പ്രേമലു ഒരു ഫുൾ പാക്ക് കോമഡി എന്റർടൈനർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി സിനിമ. കുറെ നാളായി മലയാള സിനിമയിൽ ഇത്തരത്തിലൊരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആ ഒരു ജേണലിലുള്ള ഒരു സിനിമ വന്നിട്ട് നെസ്ലിന്റെ ഓരോ പടങ്ങളും 18+ ആകട്ടെ, നെയ്മർ ആകട്ടെ, ഓരോ പടം കഴിയും തോറും നെസ്ലിൻ കാണിക്കുന്ന ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അത് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ്. പയ്യന്റെ ആ ഒരു ലെവല് മാറുന്നുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 10 മിനിറ്റിൽ നമ്മളെ ചിരിപ്പിച്ച് എന്ന് വെച്ചാൽ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പുന്ന കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെ കൊടുക്കുന്ന കാശ് മുതലാവുന്ന ഒരു അടിപൊളി പടം. ഏറ്റവും കഷ്ടപ്പാടെന്ന് പറയാൻ നമ്മൾ ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. തിയേറ്ററിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ പടം കണ്ട എല്ലാ ആൾക്കാരും ചിരിച്ച് ആർമാദിച്ചു എന്ന് വേണം പറയാൻ. അത്രയ്ക്കും നല്ല പടം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മാരക പടം. നമ്മുടെ ഫാമിലിയോടൊപ്പം പോയിരുന്ന് ചിരിച്ച് ഉല്ലസിച്ച് കാണാൻ പറ്റിയ നല്ല കിടുക്കാച്ചി പടം. കൊടുത്ത കാശ് മുതലായി എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്കും നല്ല സിനിമ. നിങ്ങൾ എല്ലാവരും ഉറപ്പായും പോയി കാണണം. ചിരിയുടെ രാജാക്കന്മാരൊക്കെയും തന്നെ അരങ്ങൊഴിഞ്ഞപ്പോൾ ഈ മലയാളിയെ ചിരിപ്പിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായി വന്നിരിക്കുന്ന ഒരു സിനിമ അത് തന്നെയാണ് പ്രേമലു. ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പോയി കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം. സ്ട്രെസ്സുകളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ട് തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ. 100% ഫുൾ പാക്ക് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ. കോമഡി എലമെന്റ് സിനിമയിൽ ഉടനീളം നന്നായിട്ട് തന്നെ അവരത് വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ സക്സസ് എന്ന് തന്നെ വേണം പറയാൻ. ഏത് പ്രായക്കാർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു സിനിമയുടെ ആ ഫുൾ ജേണർ പൊക്കോണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ ചാർട്ടിൽ ഇടം പിടിക്കുന്ന അത് ഉറപ്പായ കാര്യം തന്നെയാണ്. അത്രയ്ക്കും നല്ല സിനിമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി കാണേണ്ട സിനിമ തന്നെയാണ്. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നല്ല കിടുക്കാച്ചി അട്ടിപ്പൊളി അടാറപ്പടം.